Hello everyone, welcome back to Passion Fruit Junction. ഇന്നങ്ങനെ വീണ്ടും ഒരു ബോറിംഗ് സൺഡേ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അമ്മ ഒരു പിക്ക് അയച്ചു തന്നിരുന്നു, ഒരു ക്യാരറ്റ് കേക്കിൻ്റെ. അത് കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര കൊതിയായിരുന്നു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഈ ആഴ്ച ക്യാരറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കി കളയാം. എന്നാ നോക്കിയാലോ. ഏറ്റവും ആദ്യത്തെ പരിപാടി പഞ്ചസാര ഉരുക്കിയെടുക്കലാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ഏകദേശം 3/4 പാത്രം അളവിൽ കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുത്തു. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പഞ്ചസാര തരികളെല്ലാം നന്നായിട്ട് ഉരുകി വന്നു. ഇതുപോലെ. അടുത്തതായിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ക്യാരമൽ ഇതുപോലെ പതഞ്ഞു പൊങ്ങുമ്പോഴാണ് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രമേ എനിക്ക് ആദ്യം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 3/4 കപ്പോളം വെള്ളം ഞാൻ ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തു. ഈ സൊല്യൂഷനും തിളച്ച് വന്നപ്പോഴാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഏകദേശം ഒരു പാത്രത്തോളം വരുന്ന ക്യാരറ്റ് ഞാനിതിലേക്ക് ഇട്ടു കൊടുത്തത്. പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ചിട്ട് വളരെ പതുക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം വേഗം വെക്കണം. ഇതിലുള്ള വെള്ളം ഏകദേശം 3/4 ഭാഗം തിളച്ചു പോകുന്നവരെ ഇതിനെ വേവിക്കണം. ക്യാരറ്റ് വെന്ത് കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് മാവ് മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രവും ഒരു അരിപ്പയും വെച്ചു. അതിലേക്ക് ഒരു പാത്രം മൈദാപ്പൊടി ആഡ് ചെയ്തു, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ചും കൂടെ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. അടുത്തതായിട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ മടിച്ചിട്ട് ഞാനൊരു ബ്ലെൻഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുട്ടയും പഞ്ചസാരയും കൂടി ഇട്ടു. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ അടിച്ചെടുക്കണം. കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത്രയും പണി കഴിയുമ്പോൾ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ക്യാരറ്റ് വേകുകയും ചെയ്തു. വെള്ളം 3/4 ഭാഗം തിളച്ചു പോയിട്ടുമുണ്ട്. ഇതിനെ ഇതേപടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനെ തണുപ്പിക്കണം. അതിനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ച് കുറച്ചു നേരം മാറ്റി വെക്കാം. കേക്കിൽ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് തണുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കാരമൽ മിക്സിലേക്ക് അടിച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്തതായിട്ട് മാവിന്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും വളരെ പതുക്കെ കുറേശ്ശെ ഇട്ട് ഇളക്കി വേണം യോജിപ്പിക്കാൻ. ഇങ്ങനെ കിട്ടിയ ബാറ്ററിൽ കുറച്ച് നട്ട്സും കൂടിയിട്ട് ഇളക്കിയെടുത്തപ്പോൾ ക്യാരറ്റ് കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കുന്ന പരിപാടി കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അതിനായിട്ട് ഞാൻ സാധാ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. എല്ലാ വശത്തും ബട്ടർ തേച്ച് മൈദാപ്പൊടിയിട്ട് പാത്രം ഞാൻ ഗ്രീസ് ചെയ്തെടുത്തു. കുറച്ച് ഓവറായി പോയ പോലെ തോന്നി, പക്ഷെ എന്നാലും സാരമില്ല.
ഇനി ഇതിന്റെ കുറവുകൊണ്ട് കേക്ക് ഇളകി വരാതിരിക്കണ്ട അല്ലേ? ഈ പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിച്ചു കൊടുത്തു. 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 45 മിനിറ്റ് വെച്ച് ഇവനെ ഞാൻ ബേക്ക് ചെയ്തെടുത്തു. വെന്തോന്നറിയാനായിട്ട് ഒരു ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് പതുക്കെ കുത്തി നോക്കി. എങ്ങും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ വെന്തു. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും നിൽക്കാതെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇവനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ആ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മൈദാമാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവൻ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതോ ബർത്ത്ഡേ പാർട്ടിക്ക് നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഞാൻ ഇവനെ ഭംഗിയായിട്ട് അങ്ങോട്ട് മുറിച്ചെടുത്തു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സ്പഞ്ചി ആൻഡ് മോയിസ്റ്റും ആയിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴോ ആഹാ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ശുഭദിനം.